മുംബൈ കോർപ്പറേഷൻ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിനായി തിരികൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ത്? ചെറിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വാർഷിക ബജറ്റിനേക്കാൾ വലിയ തുക, അതായത് ഏകദേശം 74,000 കോടി കൈകാര്യം ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. കഴിഞ്ഞ നൂറ്റാണ്ടോളമായി താക്കറെ കുടുംബത്തിന്റെ വെല്ലുവിളിക്കപ്പെടാത്ത കോട്ടയായിരുന്ന മുംബൈ കോർപ്പറേഷൻ അഥവാ BMCI ആ കോട്ടയുടെ അടിത്തറ ഇളകുകയാണ്. 20 വർഷത്തെ പകയും ശത്രുതയും മാറ്റിവെച്ച് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കൈകോർത്തിട്ടും BJP നയിക്കുന്ന മഹാസഖ്യത്തെ തടയാൻ അവർക്ക് സാധിക്കില്ല. എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് മുംബൈയിലേക്കാണ്. ഇതാ മുംബൈയുടെ ഹൃദയമിടിപ്പ് മാറുന്നതിന്റെ കൃത്യമായ വിശകലനം. എന്തുകൊണ്ടാണ് BMC തിരഞ്ഞെടുപ്പ് ഇത്രമാത്രം ചർച്ചയാകുന്നത്? അത് വെറുമൊരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പല്ല. ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിനായ മുംബൈയുടെ നിയന്ത്രണം ആർക്കാണോ അവർക്കാണ് മഹാരാഷ്ട്രയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക ചലനങ്ങളിൽ വലിയ സ്വാധീനമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയെ കുതിക്കുമ്പോൾ ആ കുതിപ്പിന് കരുത്തു പകരുന്നത് മുംബൈയിലെ വികസന പ്രവർത്തനങ്ങളാണ്. മെട്രോ ശൃംഖലകൾ മുതൽ കോസ്റ്റൽ റോഡ് പദ്ധതികൾ വരെ BJP സർക്കാർ കൊണ്ടുവന്ന വികസന വിപ്ലവത്തിന് മുംബൈയിലെ വോട്ടർമാർ നൽകുന്ന അംഗീകാരമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയാൽ തന്നെ BJP ഷിൻഡെ സഖ്യം വലിയ കുതിപ്പാണ് നടത്തുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത് BJP സഖ്യത്തിന് 131 മുതൽ 151 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. ഭരണം പിടിക്കാൻ വേണ്ട മാന്ത്രിക സംഖ്യയായി 114 BJP നിഷ്പ്രയാസം മറികടക്കുമെന്നാണ് റിപ്പോർട്ട്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അത്ഭുതപ്പെടുന്നത്. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല? BJPയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, പണ്ട് മറാത്തി വോട്ടുകളൊക്കെ മാത്രമായിരുന്നു വിജയത്തിന്റെ ആധാരമെങ്കിൽ ഇന്ന് മുംബൈ മാറി ചിന്തിക്കുന്നു. ഉത്തരേന്ത്യൻ വോട്ടർമാരുടെ 68% BJPക്ക് പിന്നിൽ അണിനിരന്നു. ദക്ഷിണേന്ത്യൻ വോട്ടർമാരും വികസനത്തിന് വോട്ട് ചെയ്തതോടെ BJPയുടെ വോട്ട് വിഹിതം കുതിച്ചുയർന്നു. താക്കറെ പക്ഷവും കോൺഗ്രസും മുസ്ലിം വോട്ടുകൾ പങ്കിട്ടെടുത്ത് BJPക്ക് കാര്യങ്ങൾ എളുപ്പമായി. ജാതിയോ പ്രാദേശികവാദമോ അല്ല, മറിച്ച് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ആധുനിക മുംബൈയുമാണ് യുവതലമുറ ആഗ്രഹിക്കുന്നത്. ഇത് BJPക്ക് വലിയ മുൻതൂക്കം നൽകി. 20 വർഷത്തിന് ശേഷം താക്കറെ സഹോദരന്മാർ ഒന്നിച്ചത് ഒരു വൈകാരിക തരംഗമുണ്ടാക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ആധുനിക ഇന്ത്യയുടെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ BJPയുടെ നേതൃത്വത്തിലുള്ള വികസന രാഷ്ട്രീയത്തിനെ കഴിയൂ എന്ന് മുംബൈ തിരിച്ചറിയുകയാണ്. മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം വെറുമൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ശിവസേനയിലെ പിളർപ്പിന് ശേഷം യഥാർത്ഥത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു അടുത്ത ദിവസം വരാനിരിക്കുന്ന വോട്ടെണ്ണൽ ഫലം. മുംബൈ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ മറ്റ് 28 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP സഖ്യം വൻ വിജയം നേടുമെന്നാണ് പ്രവചനം. ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രത്തിൽ കാവിക്കൊടി പാർന്നത് രാഷ്ട്രീയ മട്ടത്തിന്റെ വലിയ സൂചനയാണ്. താക്കറെ കുടുംബത്തിന്റെ രാഷ്ട്രീയ അസ്തമയം തന്നെയായി ഇത് നമുക്ക് ഊഹിക്കാം.